പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിനെതിരെ പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. സൗജന്യ സൈക്കിൾ വിതരണം നിർത്തലാക്കാനുള്ള ഉത്തരവ് കത്തിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബിൾദേവിന്റെ നേതൃത്വത്തിൽ 4 സംഘങ്ങളായി തമ്പടിച്ച പ്രവർത്തകർ കളക്ടറേറ്റിനുള്ളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. കളക്ടറുടെ കാർ പാർക്കിംഗ് ഏരിയയിലെത്തിയ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയും വിവാദ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. കടുത്ത വിവേചനമാണ് സർക്കാർ പട്ടികജാതി വിദ്യാർത്ഥികളോട് കാണിക്കുന്നതെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ഗോപകുമാർ പറഞ്ഞു. സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുന്നതുവരെ അതിശക്തമായ പ്രതിഷേധം തുടരുമെന്നും ഗോപകുമാർ കൂട്ടിച്ചേർത്തു. ഈ പിണറായി സർക്കാർ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ഈ വിവേചനപരമായ നിലപാട് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ സമര പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കളക്ടറേറ്റിന് പുറത്ത് നിരവധി സമരങ്ങൾ ഈ ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ ഹോസ്റ്റൽ സൗകര്യം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്ക് വേണ്ടി നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളൊന്നും കാണേണ്ടവർ കാണുന്നില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് കളക്ടറേറ്റിന്റെ അകത്തേക്ക് നാളെ മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ അകത്തു പോലും ഈ സമരം വ്യാപിപ്പിക്കത്തക്ക രീതിയിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള സൈക്കിൾ വിതരണം നിർത്തലാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അയ്യങ്കാളി സ്കോളർഷിപ്പ് അടക്കം മുടങ്ങിയെന്നും പട്ടികജാതി മോർച്ച ആരോപിക്കുന്നു. ജനം, കൊല്ലം.